ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചമ്പക്കുളത്ത് നിന്നൊരു സഹോദരി ഒരു റോസ് ബെന്നി എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ കൃപാസനം നമ്മൾ ഒരുമിച്ച് വളരുകയാണ്. അപ്പോൾ നമ്മൾ സാക്ഷ്യത്തിലാണ് വളരുന്നത്. എനിക്ക് ഭയങ്കര സീരിയസ് ആണ് ഈ സാക്ഷ്യങ്ങൾ. അവരുടെ കാര്യം നമുക്ക് സാക്ഷ്യങ്ങൾ എന്താ പറഞ്ഞാൽ മനുഷ്യന്മാർ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് ക്രിസ്തു എല്ലാമാണെന്നുള്ളതാണ്. ക്രിസ്തു എല്ലാമാണ്. അപ്പോൾ അശുദ്ധാത്മാവ് എന്നോട് പല പ്രാവശ്യം വചനത്തിലുള്ളതാണെങ്കിലും എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട്, നീ ആ മേഖലയിൽ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എല്ലാമാണ്. എന്നിട്ട് പറയും എല്ലാവരിലുമാണെന്ന് പറയും. കൊളോസ്യസ് നമുക്ക് എടുത്ത് ആ വചനം എടുത്ത് കൊളോസ്യോസ് 3:11 ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല. അതാണ് സ്റ്റാറ്റസിനെ ഇവർ നള്ളിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റാറ്റസിലുള്ള ആൾക്കാരല്ലേ. നമ്മൾ സമുദായത്തിലൊക്കെ ജീവിക്കുമ്പോൾ ബൈബിൾ എങ്ങനെയൊക്കെ വളർന്നാലും ഈ സ്വീകരിക്കേണ്ടത് മനുഷ്യനായത് കാരണം ബൈബിളിനെ എൻ്റെ ചിറക് അരിഞ്ഞാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു പക്ഷിയെ വളർത്താൻ വേണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എൻ്റെ ചിറക് വെട്ടിക്കണേ. ബൈബിളിൽ നമ്മൾ സ്വീകരിച്ചത് വളർത്തു പക്ഷിയെ പോലെയാണ്. ബൈബിൾ ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ നമ്മുടെ ജാതിയും നമ്മുടെ സമുദായവും ഒക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ബൈബിൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു അച്ഛൻ നടന്നു വന്ന്, ഒരു എസ്റ്റേക്കാരൻ, അങ്ങനെ ഓക്സ്ഫോർഡ് പഠിച്ച ആളാണ്. ഓക്സ്ഫോർഡ് പഠിച്ചിട്ട് ഇപ്പോഴ് റോമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജിൽ. അദ്ദേഹം നല്ല പ്രൊഫസറാണ്. അപ്പം അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ മങ്കൊമ്പ് വഴി മഴയത്ത് നടന്ന് വന്ന് കൊന്തയഞ്ചേരിക്കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ലീവിന് വന്നതാണ് നാട്ടിൽ. എനിക്കാണെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു ബഹുമാനം തോന്നി. കാര്യം അദ്ദേഹം ഒരു ഉന്നതമായ നിലവാരത്തിൽ എഡ്യൂക്കേഷൻ ലെവലിൽ ഭയങ്കര ഹൈയാണ്. പല പല ഭാഷകളറിയാം, പക്ഷേ വിശ്വാസത്തിൽ അതിനേക്കാൾ ഹൈയാണ്. ഞാൻ രാത്രി അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചതിന്. അപ്പം ഞാനൊരു പറഞ്ഞു, നിങ്ങൾ അക്വിനാസിനെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞ് വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ട്. നിങ്ങൾ അക്വിനാസിനെ പോലെയാണ്. എന്താണ് അക്വിനാസിൻ്റെ പ്രത്യേകത? വിശുദ്ധ അക്വിനാസിൻ്റെ പ്രത്യേകത, നിങ്ങൾ വിശുദ്ധനാണ് അതേസമയം തന്നെ നല്ല വിജ്ഞാനിയാണ്. ഈ വിജ്ഞാനം കൂടുമ്പോൾ വിശുദ്ധി കുറവില്ല ചില ആൾക്കാർക്ക്. ഈ അച്ഛന് അങ്ങനെയില്ല. വിജ്ഞാനവും കൂടി വിശുദ്ധിയും കൂടി എൻ്റെ ഒപ്പം. അത് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറയണത്, ചില ആൾക്കാർക്ക് ഈ വിജ്ഞാനം കൂടിക്കഴിയുമ്പോൾ വിശുദ്ധി കുറയും. അത് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കപ്പാസിറ്റി, ഈ മെറിറ്റിന് അങ്ങനെ ഒരു ദോഷമുണ്ട്. എന്താണ് മനുഷ്യന്മാരുടെ ഒരു ശത്രു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഉടമ്പടി ഭാഷയാണ് ഉപയോഗിക്കണമെങ്കിൽ പറയും മെറിറ്റ് ഈസ് ദ എനിമി. നമ്മുടെ ശത്രു മെറിറ്റാണ്. മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതിയ ശത്രു ഉടമ്പടി നമ്മളെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് തരും നമുക്ക്. ഉടമ്പടിയുടെ ഒരു ഗുണം അതാണ്. ഉടമ്പടി നമ്മൾ കൺഫ്രണ്ട് ചെയ്യാത്ത, നമ്മളെ അജ്ഞാതമായ കോണിൽ നിന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്ന ഒരു അജ്ഞാത ശത്രുവിനെ, പുരാതനമായ ഒരു ശത്രുവിനെ ഉടമ്പടി ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവരും. അയാളുടെ പേര് മെറിറ്റ് എന്നാണ്. മെറിറ്റ് എന്ന് വെച്ചാൽ കപ്പാസിറ്റി, നമ്മുടെ യോഗ്യത. നമ്മുടെ യോഗ്യതയ്ക്ക് ഇവൻ നമ്മൾ എന്തുമാത്രം അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു പിടിയില്ല. കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഇപ്പം ഞങ്ങൾക്കൊരു 50 ലക്ഷം രൂപ FD ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നിങ്ങളെ പ്രാർത്ഥിക്കത്തുള്ളൂ.
ഉറപ്പല്ലേ? നിങ്ങൾക്ക് കാലണ ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാലക്കെട്ടി വീഴും. കാലണ കയ്യിലില്ലെങ്കിൽ കർത്താവിൻ്റെ കാലക്കെട്ടി വീഴും. അലമാര നിറച്ച് കാശാണെങ്കിൽ അതിൻ്റെ കുറച്ചേ പ്രാർത്ഥിക്കത്തുള്ളൂ. ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഇന്നേറ്റ് എനിമി എന്ന് പറയുന്നത്, ആന്തരിക ശത്രു എന്ന് പറഞ്ഞ മെരിട്ടാണ്. ഈ ഉടമ്പടി ഈ മനുഷ്യൻ ഗതി കിട്ടാതെ കിടക്കുന്ന കാരണങ്ങൾ അതിൻ്റെ ഒരു കാരണം ഈ മെരിറ്റിലുള്ള റീസണബിൾ ആയിട്ടുള്ള അഡിഹറൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ യോഗ്യതയിലുള്ള അമിതമായ ആശ്രയം. എൻ്റെ മക്കളിത് ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു വളരെ സീരിയസ് ആയിട്ട് മെക്കാനിക്കലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കണം. നമ്മുടെ പല പ്രശ്നങ്ങളും ദൈവം രജിസ്റ്റർ ചെയ്യത്തില്ല. ചില പ്രാർത്ഥനകളുടെ ഒരു കുഴപ്പം, ദൈവം ആ പ്രാർത്ഥന രജിസ്റ്റർ വരത്തില്ല. ഇപ്പം നമ്മളിങ്ങനെ കമ്പ്യൂട്ടറൊക്കെ 100 കണക്കിന് അടിച്ചാലും ചില ആ സേവ് ബട്ടൺ അമർത്തിയില്ലെങ്കിൽ എല്ലാം ഡിലീറ്റായി പോകും. അതുപോലെ പ്രാർത്ഥനകളും എല്ലാം ഡിലീറ്റാണ്, പലതും ഡിലീറ്റായി പോയിട്ടുണ്ട്. നമ്മൾ ചെറുപുറ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഓട്ടോമാറ്റിക് ഡിലീറ്റിങ് വരും ഇതിൻ്റെ അകത്ത്. അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന രജിസ്റ്റർ ആകാത്തതിൻ്റെ കാരണം ഇതിൻ്റെ അവലംബങ്ങളുടെ കുഴപ്പമാണ്. അവലംബങ്ങളെന്ന് പറയണത്, ഇപ്പം നമുക്ക് കുറച്ച് ആസ്തി ഭദ്രതയുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിന് അവലംബങ്ങളുള്ളു. ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് രോഗിനെയും കൊണ്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ തന്നെ രോഗിയായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ആംബുലൻസ് പറപ്പിച്ച് വിടുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾക്കൊരു ധാരണ ഉണ്ട്, എന്താ നമ്മുടെ മരുമകനാണ് അവിടെ സർജൻ. എന്നാൽ പിന്നെ ഈ ആംബുലൻസിൽ കിടക്കുന്ന രോഗിക്ക് പകുതി ദൈവം മരുമകനായിരിക്കും. പിടിയിട്ടില്ലേ? ഈ അറ്റാക്ക് അടിച്ചുകൊണ്ട് ആംബുലൻസിൽ കയറി കൂയി പോണ പാർട്ടി അവിടെ സർജൻ മരുമകനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് കുറഞ്ഞുള്ള ആദ്യമേ ഉള്ളൂ. മരുമകൻ ആണല്ലോ അവിടെ. ഇനിയിപ്പോൾ ചെന്ന് പെട്ടാൽ മതിയല്ല അവിടെ. അപ്പം പിന്നെ പ്രാർത്ഥിക്കുന്ന റോഡിൻ്റെ ഗട്ടർ കുറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കത്തുള്ളൂ. ഓപ്പറേഷനൊക്കെ മരുമകനല്ല. ഇതെന്ത് നമ്മുടെ മെരിറ്റുകൾ നമ്മളുടെ പ്രാർത്ഥനയെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെരിറ്റുമില്ലാത്ത ആൾക്കാരായിട്ട് ദൈവതിരുസന്നിധി നിൽക്കണം. ഉടമ്പടി എന്ന് പറയുമ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന ആളിന് ചഞ്ചലിപ്പുണ്ടാകരുത്. നമുക്ക് ചഞ്ചലിപ്പുണ്ടോ? ഇപ്പം നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ എയർ കയറുമല്ല ഇല്ലേ? നിങ്ങൾ മോട്ടർ കണ്ടിട്ടില്ലേ? ഓ ഭാഗ്യം. മോട്ടർ അടിക്കുമ്പോൾ എയർ കയറും, ചില സമയത്ത് വെള്ളം കയറത്തില്ല. വെള്ളം കയറും, മോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അറിയത്തില്ല വെള്ളം കയറുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ കഴുത്ത് വലിച്ചിങ്ങനെ മുകളിലോട്ട് നോക്കും, എന്താണ് ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നോക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെ മെസ്സിയിട്ട് കളിപ്പിക്കുകയും ചെയ്യും, തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ചാടി വന്നിട്ട് മോട്ടർ ടാങ്കിൽ നോക്കും, ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ മോട്ടർ അടിക്കുന്നുണ്ട്, ഇതിന് ഓവർഫ്ലോ വരണില്ല എന്ന് പറയും. അപ്പോൾ നോക്കണ പറയുന്നത് മോട്ടർ അടിക്കുന്നുണ്ട്, വെള്ളം കയറുന്നില്ല, ഗ്യാസാണ് കയറണത്. അപ്പോൾ ഇനി രണ്ടാമതെല്ലാം രണ്ടാമത് പണിയേണ്ടി വരും. ഇതുപോലെയാണ് നമ്മുടെ ഒരു വിഷയത്തിൽ വരണത്. പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ, മരണ പ്രാർത്ഥനയാണ്. പക്ഷെ ടെൻഷൻ കയറിപ്പോവും. ഇതിൻ്റെ ഇടയിൽ കൂടി ഗ്യാസ് കയറുന്നുണ്ട്. ടെൻഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, പ്രാർത്ഥന കയറത്തില്ല. അതിതാണ് ഈ അബദ്ധം പറ്റണത്. അപ്പോൾ അതുകൊണ്ട് ഈ റോസിൻ്റെ ഒരു വിശ്വാസത്തിലേക്ക് വരണം. എത്ര മഴക്കാർ കണ്ടാലും അമ്മ ഇത് കൊയ്ത് നമുക്ക് തരും, എന്ന് ബലമുണ്ടാകണം. ഇത് ബലമുണ്ടാകും എന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ, എല്ലാ വിഷമങ്ങളുടെ ഇടയ്ക്കും നല്ല ഉറപ്പ് കിട്ടാൻ, നല്ല അവലംബം കിട്ടാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ
ആത്മധൈര്യം നൽകണമേ. ആത്മധൈര്യം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ദൈവമേ നന്ദി. ദൈവമേ മഹത്വം. ദൈവമേ ആരാധന. നിറയുമ്പോൾ മഴവില്ലാതെ തെളിയും മൊഴികളിടറുമ്പോൾ സ്വരമായി തീരും. മിഴികൾ നിറയുമ്പോൾ മഴവില്ലാതെ തെളിയും മൊഴികളിടറുമ്പോൾ സ്വരമായി തീരും. പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ യാചിച്ചിടണമേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി രാജു, എൻ്റെ മകൾ ഹന്ന രാജു. ഞങ്ങൾ പെരുമ്പാവൂർ വല്ലം സെൻറ്റ് തെരേസസ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജനുവരി 8, 2025 ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് ഡിസംബർ ക്രിസ്മസിൻ്റെ ആ ദിവസം ഒരു പനി വന്ന് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൊട്ടടുത്ത ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്, പെരുമ്പാവൂർ. അവിടെ ചെന്ന് മരുന്നെടുത്ത് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോന്ന് വീണ്ടും അവൾക്ക് വയ്യാതെയായി. പെട്ടെന്ന് ആൾ പറയുന്നതൊന്നും സ്ഥിരമല്ലാത്ത പോലെയായി. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അന്ന് രാത്രിയും ഇവൾ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറെയൊക്കെ വരുത്തി. നേരം വെളുത്ത് ഡോക്ടർ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഒന്നുകിൽ രാജഗിരി അല്ലെങ്കിൽ ലിസിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലിസിയിലേക്ക് ആംബുലൻസിലാണ് കൊണ്ടുവന്ന് പെട്ടെന്ന് എത്താനായിട്ട്. ലിസി ഹോസ്പിറ്റലിൽ വന്ന് അവർ പരിശോധിച്ചപ്പോഴൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവൾ പറയുന്നത് എന്താണെന്ന് അവൾക്ക് അറിയാൻ പാടില്ല. അങ്ങനെ അവർ MRI ചെയ്തു. MRI ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആഡം എന്ന് പറയുന്ന ഒരു അസുഖം, ADEM, അതായത് തലച്ചോറിനും സ്പൈനൽ കോഡിനും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് രണ്ടും ഇവൾക്ക് നന്നായിട്ട് ബാധിച്ചു. സ്പൈനൽ കോഡിനെ ബാധിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് ആൾ ഫ്ലാറ്റായത്, അതായത് പാരലൈസ്ഡ് ആയിപ്പോയി. പിന്നെ സംസാരിക്കാൻ പറ്റില്ല, കൈയും കാലമൊന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മോളെ കൊണ്ടുപോയി. അങ്ങനെ മോളെ ICU വെൻറ്റിലേറ്ററിൽ കണക്ട് ചെയ്തു. കാരണം പെട്ടെന്ന് എപ്പോൾ സംഭവിക്കുക, എന്തെങ്കിലും സംഭവിക്കുകയോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വെൻറ്റിലേറ്ററും കണക്ട് ചെയ്തു. പീഡിയാട്രിക് ICUയിൽ അവളെ കയറ്റി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി കാശുരൂപം കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞാനും ചേട്ടന് കാശുരൂപം വെച്ച് നേരം വെളുക്കുന്നവരെ പ്രാർത്ഥിക്കുമായിരുന്നു. മോളുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ അസുഖത്തിന് 6 മാസം, ചിലപ്പോൾ 1 വർഷം വരെ ഇങ്ങനെ പാരലൈസ്ഡായിട്ട് കിടക്കും. ചിലപ്പോൾ പെട്ടെന്ന് റിക്കവറായി പോരുകയും ചെയ്യും. നമുക്ക് 3, 5 ഈ ദിവസങ്ങളിലാണ് നമുക്ക് ഏകദേശം ഇവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെഡിസിനോടൊക്കെ റിയാക്ട് ചെയ്യണം. MRIയുടെ റിസൾട്ട് വന്ന് അന്ന് തന്നെ മെഡിസിൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മെഡിസിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഡോക്ടർ വെച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ, ഇത് നല്ല കോസ്റ്റ്ലിയുള്ള മരുന്നുകളാണെന്ന് വെച്ചു. അപ്പോൾ കാശിൻ്റെ കാര്യം നോക്കണ്ട, ഡോക്ടർ അത് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒന്നിനോട് ഇവൾ പ്രതികരിക്കുന്നുണ്ടായില്ല. ആളെ ഇടയ്ക്ക് കണ്ണ് തുറക്കുമെങ്കിലും നമ്മളൊന്നും മനസ്സിലാവോ, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. ഈ ചേച്ചി നന്നായി കാശുരൂപം വെച്ച് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ മോൾക്ക് വല്ല വ്യത്യാസമുണ്ടോ എന്ന് നോക്കും. പക്ഷേ ഡോക്ടർ പറയും ഒരു വ്യത്യാസവും ഇല്ല, അങ്ങനെ തന്നെയാണ് എന്ന് പറയും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. അപ്പം ചേട്ടൻ്റെ മകൾ ഡോക്ടറാണ്. അപ്പോൾ പറഞ്ഞു നമുക്കിനി ഇവിടെ കിടത്തണോ, രാജഗിരിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ മോള് മറ്റു ഡോക്ടർമാരായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു എവിടെ ചെന്നാലും ഈ ട്രീറ്റ്മെൻറ്റാണ്, ഇത് കുറച്ച് ദിവസം കിടക്കും, ചിലപ്പോൾ
മോള് റിയാക്ട് ചെയ്യണം. പിന്നെ ഈ ഒരു അവസ്ഥയിൽ വെൻറ്റിലേറ്റർ കണക്ഷനോടുകൂടി മോളെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്കിവിടെ തന്നെ തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ 3 ദിവസം ഞങ്ങൾ പീഡിയാട്രിക് ICUയിൽ കിടന്നു. അതിന് ശേഷം ഇവൾക്ക് ഇനി എയർ ബെഡിൽ കിടത്തണം. അപ്പോൾ അതുകൊണ്ട് ന്യൂറോ ICUയിലേക്ക് മാറ്റി. ആ മാറ്റുന്ന സമയത്ത് അവിടെ ചാപ്പലുണ്ട്. അപ്പം ഞാൻ നിത്യാരാധന കേന്ദ്രമുള്ള, അപ്പോൾ എപ്പോഴും ഞാൻ അവിടെ പോയിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ മോളുടെ അടുത്തേക്ക് എപ്പോഴും ICUയിലായതുകൊണ്ട് നമ്മൾ കയറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഇരുന്നാണ് എപ്പോഴും ഞാൻ ഇരിക്കാറ്. അപ്പോൾ ആ പീഡിയാട്രിക് ICUന്ന് മാറ്റിയപ്പോൾ ഓൾറെഡി ഞാൻ പോയില്ല മോളെ ഇറക്കണത് കാണാനായിട്ട്. അതിനെ ന്യൂറോ ICUയിലേക്ക് മാറ്റി. അപ്പം ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കും, മോൾക്ക് വ്യത്യാസം വരും എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ചെറിയൊരു വ്യത്യാസം മുകളിൽ കാണിച്ചാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ന്യൂറോ ICUയിലേക്ക് മാറ്റിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എപ്പോഴും നമ്മൾ മകളെ വിളിച്ചുകൊണ്ടിരിക്കണം. കാരണം വിളിച്ച് അവളൊരു അനങ്ങിയാലാണ് അവൾക്ക് ഇങ്ങനെ ബോധം വരുള്ളൂ. എപ്പോഴും സെഡേഷനിലാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തു. എന്നെ കണ്ടു. ആ ഒരു ഇതിൽ അവൾ ഒത്തിരി കരഞ്ഞു. അതുപോലെ തന്നെ ഞാനും കരഞ്ഞു. പക്ഷെ അതൊരു നിമിഷം മാത്രം. പിന്നെ അത് അവൾക്ക് അതിൽ ഓർമ്മയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് വന്ന് ഉടമ്പടി എടുക്കാം. അങ്ങനെ പിറ്റേ ദിവസം വന്ന് ഞാനും ചേച്ചിയോടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനും ഇതൊക്കെ വെച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനും ചേട്ടനും രാത്രി പോയി തിരികെ തിരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും അവിടുത്തെ ചാപ്പലിൽ കുർബാനയും കൂടുമായിരുന്നു. എപ്പോഴും നമ്മൾ ICUയിലേക്ക് കടത്തില്ലല്ലോ. അപ്പോൾ ഒത്തിരി സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവിടെ. എപ്പോഴും മോളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അവരൊക്കെ തിരിച്ചു പോകുമ്പോൾ നമ്മളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമായിരുന്നു. എല്ലാവരും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം അവിടെ ചെന്ന് ഞാൻ മോളോട് വീട്ടിൽ ചെന്ന് പറഞ്ഞു. അവൾക്ക് ഓർമ്മയൊന്നുമില്ല, എന്നാലും പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മോൾക്ക് ഒരു കുഴപ്പം വരത്തില്ല, മാതാവ് ഇനി മോൾ പേടിക്കേണ്ട, മാതാവ് മോൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ വെച്ച് ഞാൻ എന്നും തൈലമൊക്കെ പൂശി പ്രാർത്ഥിക്കായിരുന്നു. ഉപ്പ് ഇവളുടെ ICU ബെഡിൽ വിതറായിരുന്നു. അങ്ങനെ അവൾ പതിയെ വലത്ത് കൈ ആദ്യം അനക്കി, അത് കഴിഞ്ഞ് ഇടത്തെ കാലും അനക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുറച്ച് ദിവസം അവൾ വ്യത്യാസം വരുത്തുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോയപ്പോൾ അവൾ മരുന്നിനോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി, ഇവൾ റിക്കവറായി പോരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവളുടെ മുഖത്താണ് മൊത്തം ട്യൂബുകളൊക്കെ ഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് റെറ്റ്യൂസ്മി എന്ന് പറഞ്ഞ സംഭവം തൊണ്ടയിൽ ചെയ്തു. അതായത് തൊണ്ടയിൽ നേരിട്ട് വെൻറ്റിലേറ്ററും ഓക്സിജൻ ട്യൂബൊക്കെ പിടിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ ഇനി അവൾ പിന്നെ സംസാരിക്കില്ല. ഇനി അത് അടച്ചാൽ മാത്രമേ അവൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് തൈലമൊക്കെ പറ്റി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവളെ പതിയെ കസേരയിൽ പിടിച്ചെൽപ്പിച്ചിരുത്തി. അവിടുത്തെ സിസ്റ്റേഴ്സ് നഴ്സുമാർ എഴുന്നേൽപ്പിച്ചിരുത്തി. അപ്പോൾ പതിയെ ഇരിക്കെങ്കിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവൾ ഇഴുകി താഴെ പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് കൊച്ചല്ലേ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് നാളും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല, അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്ത കോഴ്സ് തുടങ്ങും. ഒരു പ്ലാസ്മ ഫെറിസ് എന്ന് പറഞ്ഞൊരു ഡയാലിസിസ് ഉണ്ട്. അത് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് പുതിയ ബ്ലഡ് കയറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, വേണ്ട, അത് കയറ്റേണ്ട, മാതാവ് അവളെ നടത്തിച്ചോളും, അത് ഇത്തിരി റിസ്ക് പിടിച്ചതാണ്, കാരണം ലിവറിനൊക്കെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ വരും, അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് അച്ഛനെ വിളിച്ച് നോക്കാം, അച്ഛനെ നാളെ കാണാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ വിളിച്ച് നോക്കി പറഞ്ഞു, കുഴപ്പമില്ല, അച്ഛനെ വന്ന് കാണാം, ഫോട്ടോ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ വെൻറ്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. എങ്കിലും ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവർ ഫോട്ടോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മോളെ അഡ്മിറ്റ് ആക്കിയപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കൊടുന്ന് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ കൈവയ്പ്പ് സൂക്ഷിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോള് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്നെ അങ്ങനെ കണ്ണടച്ച് കാട്ടി. അങ്ങനെ എനിക്ക് കാശുരൂപം അച്ഛൻ പ്രാർത്ഥിച്ചു തന്നു. അത് ഞാൻ കൊണ്ടുവന്ന് ഇവളുടെ കൊന്തയിൽ കയ്യിലിടിക്കാൻ പറ്റുള്ളൂ. ആ കയ്യിലിടിച്ച് ഞാൻ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് പ്ലാസ്മ ഫെറിസ് ഡയാലിസിസ് വേണ്ട, മോള് കാലനക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിറ്റിരിക്കാനും നമ്മൾ സഹായം ഉണ്ടെങ്കിലും കൈയും കാലൊക്കെ അനക്കാനും തുടങ്ങി. പിന്നെ 27 ദിവസം ഞങ്ങൾ ICU വെൻറ്റിലേറ്ററിൽ കിടന്നു. പിറ്റേ ദിവസം ഞങ്ങൾ റൂമിലേക്ക് കടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഒപ്പം അവളെ 2 കൈയും പിടിച്ച് നടത്തിക്കാനും ഇതിനൊക്കെ നോക്കി. പെട്ടെന്ന് മാതാവ് ഓരോ അനുഗ്രഹങ്ങളാണ് മോൾക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൾക്ക് ഓർമ്മ വന്നപ്പോൾ തുടങ്ങി മോള് മാതാവിനെ കുറിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങളോട് ചോദിക്കാനും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, മോളെ മാതാവ് കൂടെയുണ്ട്, മോള് പേടിക്കണ്ട, നമുക്ക് ഇത്രയും തന്നില്ലേ, ഇനി മാതാവ് മോളെ നടത്തിച്ചോളും. പിന്നെ മോളെ SSLC ആയിരുന്നു കഴിഞ്ഞ വർഷം.
അപ്പോൾ SSLC എഴുതാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. കാരണം പാരലൈസ്ഡ് കൈയൊന്നും അനങ്ങില്ല. വലത്തെ കൈ അനങ്ങുന്നെങ്കിലും എഴുതുമ്പോൾ പേരൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ മിസ്സ് പറഞ്ഞു, സാരമില്ല, നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം, സ്ക്രൈബ് വെച്ച് എഴുതുന്നുണ്ടെങ്കിൽ എഴുതട്ടെ, കൊല്ലം കളയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് റിക്കവർ ആയതിനു ശേഷം ഇവൾ പറയും, ഞാൻ തന്നെ SSLC എഴുതുമ്പോൾ എൻ്റെ പരീക്ഷ ആരും എഴുതണ്ട, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എഴുതും, എനിക്ക് മാതാവ് ഇത്രയും നന്നില്ല, ആ അനുഗ്രഹം കൂടി എനിക്ക് മാതാവ് തരും. ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. 1 മാസം കറക്റ്റ് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴത്തേക്കും എൻ്റെ മോള് പരമാവധി നടക്കാൻ കഴിയണം, ഞങ്ങളോട് സഹായിച്ചെങ്കിലും മകൾ നടക്കണം, അതേപോലെ സംസാരിക്കണം. അപ്പോൾ ഇവൾക്ക് ഈ തൊണ്ടയിൽ ഇത് ചെയ്തുകൊണ്ട് ഡോക്ടർ അത് അടച്ചാൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവൾ പെട്ടെന്ന് റിക്കവറായത് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, നമുക്കത് അടയ്ക്കാം, അവൾക്ക് കുഴപ്പമില്ല, എൻഡോസ്കോപ്പി ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഡോക്ടർ നേരിട്ട് ഭക്ഷണം കൊടുത്തു, അവളത് കഴിച്ചു, അന്ന് തന്നെ അത് അടയ്ക്കുകയും ചെയ്തു. പിന്നെ അവൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പോൾ 1 മാസം ട്യൂബിക്കോടെ ആയിരുന്നു ഭക്ഷണം, വേറെ ഒന്നും തന്നെ അവൾ ഭക്ഷിച്ചിട്ടില്ല. പിന്നെ ഇത് അടച്ച പിന്നെ അവൾക്ക് ചെറുതായിട്ട് കഞ്ഞി കൊടുക്കും. പിന്നെ ഇവൾ സംസാരിച്ചു. അപ്പോൾ അത് അടച്ചപ്പോൾ തന്നെ അവൾ സംസാരിച്ചു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് 1 മാസം ഞങ്ങൾ ICUയിൽ കിടന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 6 മാസം പിന്നെ അഥവാ അല്ലെങ്കിൽ നമ്മൾ പാലിയേറ്റീവിൽ പോകണം, പാലിയേറ്റീവ് കിടത്തി ഇവളെ നോക്കണം, ചിലപ്പോൾ 1 വർഷം കിടക്കേണ്ടി വരും, കാരണം മോളുടെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ തന്നെ അതിശയിച്ചു പോയി, ഇങ്ങനെ ഒരു കേസ് തന്നെ അവിടെ വന്നിട്ടില്ല. ഇതിന് മുമ്പ് 3-4 കേസുകൾ ഇങ്ങനെ പിള്ളേർക്ക് വന്നിട്ടുണ്ട്, അത്ര അധികം വരുന്ന അസുഖമല്ല ഇത്. പക്ഷേ ആ പിള്ളേർ ചിലവരൊക്കെ പെട്ടെന്ന് റിക്കവറായി, ചിലവർ ഇങ്ങനെ ഇപ്പോഴും ഇതുണ്ട്. ഈ മോള് പക്ഷേ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതമാണ് നടന്നതാണ്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് മോൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ പതുക്കെ പറഞ്ഞ് അവൾ തന്നെ റിക്കവറായി, അവൾ തന്നെ SSLC എഴുതാൻ അവൾ തന്നെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ടീച്ചർമാരും എല്ലാവരും വന്ന് സഹായിച്ച് അങ്ങനെ അവൾ SSLC എഴുതി. സ്ക്രൈബ് വെച്ചെങ്കിലും അവൾ സ്ക്രൈബിൻ്റെ ആവശ്യമില്ലാതെ തന്നെ SSLC എഴുതി. ആ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ എക്സാമൊക്കെ തീർത്തു. SSLC റിസൾട്ട് അവൾ നല്ല മാർക്കോട് പാസ്സായി. 3A+, 6 Aയും 1 B+ഓടുകൂടി മോൾ പാസ്സായി. ആരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ മോള് ഇത്രയും എഴുതുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒത്തിരി അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത്. എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും ഈശോയ്ക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഞാൻ പത്രം കൊടുക്കും, അപ്പോൾ ചേട്ടൻ കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും പക്ഷേ ചേട്ടനും കൂടി എടുത്തുകൊണ്ട് പോയി, ഞങ്ങൾ 2 പേരും കൂടിയാണ് പത്രമൊക്കെ കൊണ്ടു കൊടുക്കാറ്. പിന്നെ നമ്മൾ കൊണ്ട് പറ്റുന്ന വിധത്തിൽ വയ്യാണ്ട് കിടക്കുന്നവർക്ക് സഹായിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ വയ്യാണ്ട് കിടക്കുന്ന അവിടെയൊക്കെ പോയി അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെ കാണുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ ഒത്തിരി നന്ദി പറയാറുണ്ട്. പിന്നെ ഈ ലോകം മുഴുവൻ ഒത്തിരി, കാരണം മോളുടെ ഇത് ഒത്തിരി വൈറലായതായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥന ഒന്നുകൊണ്ടും മാതാവിൻ്റെ അനുകൊണ്ടും വന്നുകൊണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് മോളെ കിട്ടിയത്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആരും തന്നെ പ്രതീക്ഷിച്ചല്ല മോളെ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക സഹായം ഒത്തിരി കോസ്റ്റ്ലി ആയിരുന്നു പറഞ്ഞു. പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ ദിവസം ബില്ലടയ്ക്കുന്ന സമയം വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ നിന്നെങ്കിലും പൈസ കിട്ടുമായിരുന്നു. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ബില്ലടയ്ക്കണമായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അതും അടച്ചു പോന്നിരുന്നു. അത്രയും വലിയ സഹായം അനുഗ്രഹം നമുക്ക് മാതാവ് ഒക്കെ ചെയ്യിക്കാറുണ്ട്. അതുപോലെ ICUയിൽ കിടക്കുന്ന മക്കളായാലും ഇവളുടെ സ്കൂളിലെ പ്രിൻസിപ്പളായാലും ഒത്തിരി അനുഗ്രഹം. പ്രിൻസിപ്പൾ പറയുമായിരുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം നല്ലല്ലോ മകള്, നമുക്ക് ഈശോ തന്ന മകളല്ലേ, അപ്പോൾ ഈശോ നോക്കിക്കോളും, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പ്രിൻസിപ്പൾ എപ്പോഴും പറയുമായിരുന്നു. എല്ലാവർക്കും ഇത്രയും അനുഗ്രഹം മാതാവിന് ഈശോയ്ക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയും. ഞാൻ ബെഡ് റിഡൻ ആയിരുന്നപ്പോൾ അമ്മ കൈമയും കാലുമയും ഒക്കെ എപ്പോഴും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ SSLC ഒന്നും എഴുതാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്കിൽ കൂടി എനിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റി. ഇത്രയും അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. എൻ്റെ പേര് അഞ്ജിത, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. 2016 എൻ്റെ അമ്മ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതേ വർഷമാണ് ഞാൻ BSc നഴ്സിങ്ങിന് ജോയിൻ ചെയ്യുന്നതും. അതിലെ ഓരോ വർഷവും അമ്മയുടെ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. ആ ഉടമ്പടി കാശുരൂപത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ആ ഉടമ്പടി കാശുരൂപവുമായി ഞാൻ എക്സാമിന് കയറുകയും ചെയ്യുമായിരുന്നു. അതിലൂടെ എല്ലാ വർഷവും എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ജോലിക്കായി കയറി. ആദ്യം ഞാൻ നാട്ടിലൊക്കെ അന്വേഷിച്ചെങ്കിലും നാട്ടിൽ വേറെ 6000 രൂപയെ സാലറി ഉള്ളെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അമ്മ മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് മുംബൈയിൽ ഒരു ജോലി കിട്ടി. 18,500 രൂപ സാലറിയോടെ എനിക്ക് അവിടെ കയറാൻ പറ്റി. അതിനുശേഷം 2 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച് നാട്ടിലേക്ക് വന്നു.
കല്യാണം ഉറപ്പിച്ചെങ്കിലും അതെങ്ങനെ നടത്തും എന്നൊരു ഇതുമില്ലായിരുന്നു. 1 രൂപ പോലും അതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് നീക്കി വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അമ്മ മാതാവ് കല്യാണം ഉറപ്പിച്ച തീയതികളിൽ എവിടുന്നാ പൈസ വരുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാം ഒരു തടസ്സം ഇല്ലാതെ നടന്ന് എൻ്റെ കല്യാണം നല്ല രീതിയിൽ നടന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തന്നെ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് മാർച്ചിലേക്ക് 2025 മാർച്ചിലേക്ക് ഞാൻ സൗദിയിലേക്ക് പോകാനുള്ള എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഡേറ്റ് എടുത്തതിന് ശേഷം അമ്മ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നു. അന്നേരം എന്നോട് വരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു. ചുമ്മാ വന്നു. അമ്മ ഉടമ്പടി പുതുക്കുന്നതിൻ്റെ കൗൺസിലിങ്ങിനായി മേലോട്ട് പോയി. ഞാൻ ആ സൈഡിലിരിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണോ എന്നുള്ള രീതിയിലൊന്നും അല്ല വന്നത്. പക്ഷെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അറിയാതെ ഞാൻ കരയുക. എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അറിയാതെ ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു പോയി. അത് കഴിഞ്ഞ് എനിക്ക് എക്സാമിന് പോകണമെങ്കിൽ ഒരു 10 ദിവസത്തെ ക്രാഷ് കോഴ്സിന് പോകണമായിരുന്നു. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്തു നിന്ന് എനിക്ക് 10 ദിവസം എന്തായാലും ലീവ് കിട്ടത്തില്ല. ഞാൻ അഥവാ 10 ദിവസം ലീവ് എടുത്താൽ ഞാൻ ആ ജോലി റിസൈൻ ചെയ്യണം. അതെങ്ങനെ ചെയ്യും എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞാൻ അമ്മയോട് ഇവിടെ പറഞ്ഞിട്ട് പോയി. എനിക്കൊരു വഴിയില്ല, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു പ്രോബ്ലം വന്നു. അങ്ങനെ ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് 2 ആഴ്ചത്തേക്ക് മെഡിക്കൽ ലീവ് കിട്ടി. ആ മെഡിക്കൽ ലീവ് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ട് കാണിക്കുകയും ആ ലീവിൻ്റെ സമയത്ത് ഞാൻ പോയി ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും എക്സാം എഴുതുകയും ചെയ്തു. എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ നല്ല സെക്യൂരിറ്റി ചെക്കിങ് ആയിരുന്നു. നമുക്കൊന്നും കൊണ്ട് കയറാൻ പറ്റത്തില്ല, പാസ്പോർട്ട് മാത്രമേ കൊണ്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പാസ്പോർട്ടിൻ്റെ അകത്ത് ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഉപ്പ് പാസ്പോർട്ടിൻ്റെ അകത്തിട്ട് കാശ് രൂപ എൻ്റെ ഉടുപ്പിൽ പിന്ന് കൊത്തി വെച്ചുകൊണ്ട് കാശ് രൂപമായിട്ട് ഞാൻ കയറി. ഞാൻ ഇരുന്ന് എഴുതുന്ന കമ്പ്യൂട്ടറിന് ചുറ്റും ആ ഉപ്പിൻ്റെ പൊടി ഞാൻ തട്ടിയിട്ട് എന്നിട്ട് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. എന്നാലും എനിക്ക് പേടിയായിരുന്നു. എനിക്ക് സമയത്തിന് ഇത്ര എഴുതി തീർക്കാൻ പറ്റുമോ, എനിക്ക് ഉത്തരങ്ങളൊക്കെ കിട്ടുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ പുറകിൽ നിന്ന് അമ്മ മാതാവ് എനിക്ക് ഓരോ ഉത്തരവും പറഞ്ഞു തരുന്നതായിട്ട് എനിക്ക് തോന്നി. എല്ലാ ഉത്തരവും എനിക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റി. സമയത്തിന് മുന്നേ എല്ലാം അറ്റൻഡ് ചെയ്യുകയും ഒന്നുകൂടെ എനിക്ക് എല്ലാം ശരിയാണോ എന്ന് നോക്കാൻ പറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വെളിയിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും അനിയനും വെളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, അമ്മയുടെ സുഗന്ധം ഞങ്ങൾക്ക് അനുഭവിച്ചു, നീ എന്തായാലും പരീക്ഷയ്ക്ക് പാസ്സാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂകളൊക്കെ സൗദിയിലേക്ക് പോകാനുള്ള ഇൻ്റർവ്യൂകളൊക്കെ നോക്കിയെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പാസ്സായെന്നോ ഫെയിലായെന്നോ ഒന്നും അവർ പറയുന്നില്ല. അങ്ങനെ തടസ്സം വന്നപ്പോഴത്തേക്ക് ജൂൺ 26-ാം തീയതി ഞാനിവിടെ വന്ന് എനിക്കായിട്ട് പുതിയ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് സെലക്ട് ആയെന്ന് ഏജൻസിക്കാർ പറഞ്ഞു. പക്ഷേ ഓഫർ ലെറ്റർ ഒന്നും വന്നില്ല. 1 മാസം കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ വന്നില്ല. അന്നേരത്തേക്ക് സെപ്റ്റംബറായി, മാതാവിൻ്റെ ജനന തിരുനാളായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നിൻ്റെ ജനന തിരുനാളാണ് സെപ്റ്റംബർ 8-ാം തീയതി, എനിക്ക് സമ്മാനമായിട്ട് നീ എനിക്കൊരു ജോലി തരണം എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 8-ാം തീയതി ഏജൻസിക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായി. ഒരു മിനിസ്ട്രിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. സാലറി ഓക്കെ ആണോ എന്ന് ചോദിച്ച് അവരെനിക്ക് മെസ്സേജ് അയക്കുന്നു. ഞാൻ പറഞ്ഞു സാലറി ഓക്കെ ആണെന്ന്. അവർ പെട്ടെന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നു. അങ്ങനെ എനിക്ക് സൗദി മിനിസ്ട്രിയുടെ അണ്ടർ, ഞാൻ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരിക്കലും ഞാൻ മിനിസ്ട്രിയുടെ അണ്ടറിൽ കയറണോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അമ്മ മാതാവ് എനിക്ക് വലുതായിട്ടൊരു കാര്യം വെച്ചത് കൊണ്ടാണ് ഇത്രയും നീട്ടിപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലതിന് വേണ്ടിയാണ് അമ്മ ഇത്രയും സമയം എടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് സൗദി മിനിസ്ട്രിയിൽ തന്നെ ജോലി കിട്ടി. ആ ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാനിപ്പം മെഡിക്കലിന് പോകാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം മെഡിക്കൽ ഞാൻ വിചാരിച്ചു എൻ്റെ HBയുടെ അളവ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന്. അങ്ങനെ HBയുടെ അളവ് മെനഞ്ഞാന്ന് ചെന്ന് നോക്കിയപ്പം HBയുടെ അളവ് എനിക്ക് 9.4 ഉള്ളൂ. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ച് എന്തോ പറയുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 9.4 ഇനി കയറി വരണമെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ എടുക്കും, അങ്ങനെ ഇത് 9.4 വെച്ച് മെഡിക്കൽ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ മനസ്സിൽ വിചാരിച്ചു ഈ ഡോക്ടർക്ക് പറ്റാത്തത് എൻ്റെ ദൈവമായ ഡോക്ടറിന് പറ്റും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമായ ഡോക്ടറെ എൻ്റെ കാര്യം സാധിച്ചു തന്നു. എനിക്ക് പിറ്റേന്ന് ഇന്നലെ നോക്കിയപ്പം എനിക്ക് 11.1 ഉണ്ട്, 11.1 HB കൂടിയിട്ടുണ്ട്.
ഈ ആഴ്ച തന്നെ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോവുകയാണ്. ഇനി എൻ്റെ ഉള്ള വിസ പ്രോസസ്സിങ്ങിനും എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തികൾ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് നേഴ്സിംഗ് ആണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഡയാലിസിസ് രോഗികളുടെ വിഭാഗത്തിലാണ്. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ ജോലി സമയം കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്ത് അവിടെ നിൽക്കാറുണ്ട്. അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാറുണ്ട്. പൈസ ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാറുണ്ട്. കൃപാസനം പത്രം ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിലും പിന്നെ രോഗികൾക്കും കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് കേൾക്കുമ്പോഴാണ് ഇത്രയും താമസങ്ങൾ ഉണ്ടാകുമ്പോഴും എനിക്കൊരു ആത്മശക്തി തരുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡായിരുന്നു. ഓരോ പ്രാവശ്യം അത് കേൾക്കുമ്പോൾ എനിക്ക് ആത്മശക്തി കൂടുമായിരുന്നു. അമ്മ മാതാവിന് 1000 നന്ദി.